പൊടിപാറുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് കേരളം. അവിടെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR നടപ്പിലാക്കുകയാണ്. അതും BLOമാരായ ഉദ്യോഗസ്ഥരെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് അതിവേഗത്തിൽ SIR നടപ്പിലാക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസമാണ് ഒരു BLO ജോലിഭാരം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തത്. എന്നാൽ എന്തിനാണ് ഇത്ര തിരക്കിട്ട് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്ന് കേരളത്തിലെ സർക്കാരും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ചോദിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇത് നടത്തിയിട്ടേ അടങ്ങൂ എന്ന വാശിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ ആ മർമ്മത്തിനിട്ട് അടിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. അതായത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സാക്ഷാൽ സുപ്രീം കോടതി. സംസ്ഥാന സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഹർജിയിലാണ് നടപടി. ഹർജി അടുത്ത ബുധനാഴ്ച പരിഗണിക്കാൻ വേണ്ടി സുപ്രീം കോടതി മാറ്റിവെച്ചു. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് സംസ്ഥാന സർക്കാരും CPI, CPIM, കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജികളാണ് പരിഗണിച്ചത്. കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം പ്രത്യേകമായി പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. SIRന് നിലവിൽ കോടതി സ്റ്റേ നൽകിയിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പും SIRും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലെന്നാണ് സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചത്. SIR തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിനെ ബാധിക്കും. ഉദ്യോഗസ്ഥരെ 2 ചുമതലകൾക്കുമായി നിയോഗിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഭരണ നിർവഹണത്തെയും സ്തംഭിപ്പിക്കുമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. നോട്ടീസ് നൽകാതെയുള്ള വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നിയമവിരുദ്ധമാണ് എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്ന വാദം. നിയമത്തിന് പിൻബലമില്ലാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുന്നു. 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കുന്നത് ആധികാരികതയില്ലാത്ത നടപടിയാണ്. രേഖകൾ നൽകാത്തവരെ ഒഴിവാക്കാനുള്ള തീരുമാനം ജനപ്രാതിനിധ്യ നിയമത്തിന് വിരുദ്ധമാണ് എന്നുമാണ് മുസ്ലിം ലീഗും കോൺഗ്രസും CPIMും സുപ്രീം കോടതിയിൽ എടുക്കുന്ന നിലപാട്. എന്തായാലും രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല എന്ന് സുപ്രീം കോടതി അടിവരയിട്ട് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുട്ടുമടക്കേണ്ടി വരും.